ഒറ്റമോനായതിൽ വിഷമം തോന്നിയില്ല ശരത്തേട്ടന്? റോഡിന് ഇരുവശത്തുമുള്ള വിശാലമായ പാടത്തേക്കും അതിന്റെ കുറച്ച് മാറി കാണുന്ന പുഴയിലേക്ക് നോക്കി കാറ്റും കൊണ്ട് നിൽക്കുമ്പോഴാണ് ആർച്ചയുടെ ചോദ്യം വന്ന്. ശരത്ത് അവളെ നോക്കി മുഖം ചുളിച്ചു. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? ഏയ്, ഞാൻ ഒറ്റക്കായിരുന്നല്ലോ. മാമനക്ക് 2 മക്കളുണ്ട്, ജീവനും ചീനയും. ജീവൻ എൻ്റെ അതേ പ്രായം, ജീവനെ ചെറുതാ. ചെറുപ്പത്തിൽ കളിക്കാനൊക്കെ കൂടെങ്കിലും ജീവനൊരിത്തിരി അടുപ്പിനോട് കൂടുതൽ കാണിച്ച ഒരൊറ്റ പറച്ചിലുണ്ട് പെണ്ണിന് എൻ്റെ ഏട്ടനാണെന്ന്. പിന്നെ വലുതായപ്പോൾ അതുവരെ ഉണ്ടായ സ്വാതന്ത്ര്യം കൂടെ പോയി. സഹോദര സ്ഥാനത്താണെങ്കിലും സ്വന്തമല്ലല്ലോ. അച്ഛനോടും അമ്മയോടൊക്കെ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാവും. അപ്പോഴേക്ക് ആലോചിച്ചിട്ടുണ്ട് ഏട്ടനോ ചേച്ചിയോ ഉണ്ടായിരുന്നെങ്കിലെന്ന്. ആർച്ച ചിരിയോടെ പറയുന്നേട്ട് നടന്നു ശരത്ത്. പക്ഷെ ഇപ്പം സങ്കടമൊന്നുമില്ല. അതൊക്കെ മനസ്സിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. അച്ഛൻ ഭയങ്കര ഫ്രീയാ, എന്നും പറയാം, എന്തിനും കൂടെ നിൽക്കും. അവൾ എന്തോർത്തുന്ന പോലെ ചിരിച്ചു. അതുപോലെ ശരത്തിൻ്റെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോയെന്ന് ചോദിച്ചതാ. ശരത്ത് ഒരു ചിരിയോടെ അവളെ നോക്കി ഇല്ലെന്ന് തലയാട്ടി. തൻ്റെ വീട്ടിലിപ്പോൾ താനൊരാൾ മതിയല്ലോ, 10-15 പേരുടെ എഫക്റ്റ് അല്ലേ? ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് കൂട്ടാവും, നാട്ടുകാർക്ക് പണിയും. അവൻ കളിയാക്കി. ആർച്ച മുഖം വീർപ്പിച്ചു. ആളിഞ്ഞ കോമഡി. അവൾ പുച്ഛിച്ചു. ശരത്ത് ഉച്ചത്തിൽ ചിരിച്ചു. പക്ഷെ എൻ്റെ അമ്മക്ക് തന്നെ അങ്ങ് നന്നായിട്ട് ബോധിച്ചു കേട്ടോ. ഒന്നാമത് അമ്മയ്ക്ക് പെൺകുട്ടികളെ വലിയ ഇഷ്ടമാണ്. തന്നെ കണ്ട അന്ന് തൊട്ട് അമ്മ തൻ്റെ കാര്യം സംസാരിക്കാൻ തുടങ്ങിയതാ. മിക്കവാറും അമ്മ തനിക്കൊരു പ്രപ്പോസൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ശരത്ത് പറയുന്നതായിട്ട് ആർച്ച കണ്ണുമിഴിച്ചു. അതിന് ശരത്തേനോട് എനിക്ക് അങ്ങനെയും തോന്നുന്നില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അത് മാത്രമല്ല, ഒരു തേപ്പ് ഏറ്റുവാങ്ങിയതിൻ്റെ ക്ഷീണം തീർന്നിട്ടില്ല. വാശിക്ക് ചെന്നിട്ട് കെട്ടാനും കെട്ടിക്കാനും എന്നിട്ട് കെട്ടിയവനെ കാണിച്ചിട്ട് പ്രതികാരം ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. എൻ്റെ ജീവിതമല്ലേ. ഇനി അങ്ങോട്ട് പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യണം, വേറൊന്നുമില്ല. ആർച്ചയുടെ വാക്കുകളിലുള്ള ഉറപ്പ് വ്യക്തമായി തിരിച്ചറിഞ്ഞിരുന്ന ശരത്ത് അവനൊന്ന് ചിരിച്ചു. തനിക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് അമ്മ. അവൻ കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞു. സർപ്രൈസ്? ആർച്ച തലയരിച്ച് അവനെ നോക്കി ചിന്തിക്കാൻ തുടങ്ങി. അതെന്ത് സർപ്രൈസ്? ആർച്ചയുടെ തലപുകഞ്ഞു. ശരത്തിന് ലൈബ്രറി കാണിച്ചു കൊടുത്ത് ബുക്കെടുത്ത് തിരികെ വരുമ്പോഴും ആർച്ച ആ സർപ്രൈസിൽ കുരുങ്ങി തന്നെ നിന്നു. ദേവിയേ, ഇനി എന്നെ ഇങ്ങനെ കൊണ്ട് കെട്ടിക്കോ? ഇടം കണ്ടിട്ട് ശരത്തിനെ നോക്കി ആർച്ച പിറുവിറുത്തു. എന്തായാലും എന്നെ കെട്ടേണ്ടി വരില്ല, അതോർത്ത് കാട് കയറണ്ട. അവളുടെ മുഖഭാവം പിറുവിറുക്കലുമൊക്കെ കണ്ട് ശരത്ത് പറഞ്ഞു. ആർച്ച ഒരു ചമ്മിയെ ചിരിയിരിച്ചു. വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ റോഡ് സൈഡിൽ നിർത്തിയിട്ട കാറിൽ ചാരിന്ന് തന്നെ തുറച്ചു നോക്കുന്ന കിച്ചു അവന്റെ അടുത്തുനിന്ന് സംസാരിക്കുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയും അവളുടെ കണ്ണിൽ പതിഞ്ഞു. അതോടെ ആർച്ച ശരത്തിനോട് ഒന്നുകൂടെ അടുത്ത് നിന്നു. ശരത്ത് അവളെ മിഴിച്ച് നോക്കി. അവിടെ കിച്ചു നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് അവനൊന്ന് പുകയട്ടെ, എനിക്കൊരു മനസ്സുഖം, വെറും മനസ്സുഖം. ആർച്ച പതിയെ പറഞ്ഞു. ശരത്ത് അവൾ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കി. കൂടെയുള്ളതാണോ കിച്ചു വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി? ശരത്തിന്റെ ചോദ്യത്തിന് ആർച്ച അതേ എന്ന രീതിയിൽ തലയാട്ടി. അനഘ ചിരിച്ചുകൊണ്ട് എന്തോ പറയുന്നുണ്ട് കിച്ചുവിനോട്. ഇടയ്ക്ക് അവന്റെ കവിളിൽ തൊട്ട് നോക്കുന്നു. കയ്യിൽ പതിയെ അടിക്കുന്നു. ഉള്ളിലൊരു നീറ്റൽ നിറയുന്നത് അറിഞ്ഞു ആർച്ച. സ്വന്തം എന്ന് കരുതിയതാണ്. ഒരു ജീവിതം മുഴുവൻ സ്വപ്നം കണ്ട് നടന്നതാണ്. സുഖത്തിലും ദുഃഖത്തിലും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതാണ്. അവനെ മറ്റൊരാളുടെ കൂടെ കാണുമ്പോൾ എത്ര വേണ്ടെന്ന് വെച്ചിട്ടും മനസ്സ് നീറുന്നുണ്ട്. ബ്ലഡി മനസ്സേ, അടങ്ങിയിരുന്ന നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ വല്ല സൈക്കാട്രിസ്റ്റിനെയും കാണിച്ച് ഞാൻ ഏതെങ്കിലും മരുന്ന് കലക്കി തരും. ദീർഘനിശ്വാസം എടുത്ത് ഇടയ്ക്കിടയ്ക്ക് പഴയതൊക്കെ ഒരു ആവശ്യമില്ലാതെ ഓർമ്മിച്ച് കരയുന്ന മനസ്സിനെ ആർച്ച ഭീഷണിപ്പെടുത്തി. അവര് പോകുന്ന നോക്കുന്ന കിച്ചുവും അതേ അവസ്ഥയിലായിരുന്നു. അച്ഛന്റെ കയ്യിൽ നിന്ന് ആവശ്യത്തിന് കേട്ട് റൂമിൽ കയറി വാതിലടച്ച് 5 മിനിറ്റ് ആവുന്നതിന് മുമ്പ് അനഘയും ഏട്ടൻ അനൂജും എത്തി. അല്പം സംസാരിക്കണം, ഈ നാടൊന്ന് കാണാമെന്ന് പറഞ്ഞിറങ്ങിയതാ. ആർച്ചയുടെ മുമ്പിൽ തന്നെ വന്ന് പെടുന്ന് കരുതിയില്ല. അതും ആർച്ച ശരത്തിന്റെ കൂടെ. കിച്ചു നിന്ന് പുകഞ്ഞു. അവരെ കടന്നു പോകുമ്പോൾ ആർച്ച കണ്ണിമയ്ക്കാതെ അനഘയെ നോക്കി. വിടർന്ന കണ്ണുകൾ, നിരയൊത്ത പല്ലുകൾ കാണിച്ച് ഭംഗിയുള്ള ചിരി, നീണ്ട മൂക്ക്, കാറ്റിൽ അവളുടെ മുഖത്തേക്ക് പാറി വീഴുന്ന മുടിയിഴകളിൽ ആർച്ചയുടെ കണ്ണുകൾ ഉടക്കി. നീണ്ട ഭംഗിയുള്ള മുടിയിഴകൾ. ആർച്ച പതിയെ തന്നെ മുടിയിലേക്ക് നോക്കി. ചുരുണ്ട് കൂട്ടുകാരുടെ ഇടയിൽ പക്ഷി കൂടുന്ന ഓമനപ്പേരുള്ള മുടിയാണ്. കൈയിട്ടാ പിന്നെ കിട്ടണമെങ്കിൽ ഒരു യുദ്ധം വേണ്ടി വരും. പണ്ടൊരു ദിവസം കിളി വരെ കൂടുകൂട്ടിയതാ. എന്നാലും പവർഫുള്ളാ. കാറ്റ് പോയിട്ട് കൊടുങ്കാറ്റടിച്ചാൽ പോലും അനങ്ങൂല. അല്ലെങ്കിലും ഇതിലൊന്നും വലിയ കാര്യമില്ല. വ്യക്തിത്വം വേണം, വ്യക്തിത്വം. അല്ല, ഇവൾക്ക് ഇപ്പം എന്തൊക്കെ ഉണ്ടായിട്ടെന്താ ഈ പൊട്ടനെയല്ലേ കെട്ടുന്നത്? അസൂയയും കുശുമ്പും അങ്ങേ തലക്കൽ കയറി നിൽക്കുമ്പോൾ ആർച്ച സ്വയം ആശ്വസിച്ചു. അല്ല പിന്നെ 2 ദിവസങ്ങൾക്ക് ശേഷം ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം കൂട്ടുകാരുടെ കൂടെ ക്യാൻറ്റീനിൽ ഇരിക്കായിരുന്നു ആർച്ച. വിവേക്, ദിവ്യ, നീതു, മനു പിന്നെ കീർത്തിയുമായിരുന്നു കൂട്ട്. ആർച്ച മിണ്ടാതായതോടെ കീർത്തി അവരിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു. ഇതൊക്കെ വലിയ വിഷയമാണോ? നിനക്കതങ്ങ് ക്ഷമിക്കാൻ പാടില്ല ആരും. ഇതൊക്കെ അത്ര വലിയ പ്രശ്നമാക്കണോ? കൂട്ടത്തിലെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ചിഹ്നമായ വെള്ളരിപ്രാവിനെ പോലെ എന്നും വെള്ളയും ഇട്ട് വരുന്ന വിവേകാണ് ചോദ്യകർത്താവ്. ആർച്ച അവനെന്ന് സൂക്ഷിച്ചു. അവന്റെ തലക്ക് ചുറ്റും വെള്ളി വിളിച്ചു. കർത്താവേ മാലാഖൻ. ആർച്ച ചാടി എഴുന്നേറ്റ് അവനെ തൊഴുതു. എന്നെ അനുഗ്രഹിക്കണേ മാലാഖ.
ഭക്തിപൂർവ്വം താണു വണങ്ങി നിൽക്കുന്ന ആർച്ചയെ കണ്ട് 3 പേരും വാപൊളിച്ച് നിന്നു. വില്ലുപോലെ വളഞ്ഞിന്ന് തൊഴുത ആർച്ച പുല്ലുപോലെ നിവർന്നിന്ന് അവനെ നോക്കി പല്ലുളിച്ച് കാണിച്ച് കസേരയിലേക്ക് ഇരുന്നു. ക്ഷമിക്കണോ? അവളോട് ഞാൻ ക്ഷമിക്കണോ? എന്താ ഞാൻ ക്ഷമിക്കേണ്ടത്? ആർച്ചയുടെ ഡയലോഗ് തീരുന്നതിന് മുമ്പ് 500 അനുകരിച്ച് കൂട്ടത്തിലെ മനു ചോദിച്ചിരുന്നു. ആർച്ച അവനെ ഒന്ന് തറപ്പിച്ച് നോക്കി. ഒരൊറ്റ വരിക്ക് മുമ്പിലിരുന്ന ലൈം ജ്യൂസ് എടുത്ത് കുടിച്ചു. ദേഷ്യം തീരാത്ത കൊണ്ട് അവന്റെ മുമ്പിലിരുന്ന ലൈമും കുടിച്ച് 2 ഉഴുന്നുവടയും കടിച്ചു. സമൂസ തിന്നു കഴിഞ്ഞ് അവസാനം ആസ്വദിച്ച് കുടിക്കാൻ വേണ്ടി മണിനീച്ചക്ക് പോലൊരു തുള്ളി കൊടുക്കാതെ വെച്ച ലൈമാണ് ഒറ്റയടിക്ക് ആർച്ചയെടുത്ത് മടുമടാന്ന് കുടിച്ച് തീർത്തത്. മനു ദയനീയമായി അവളെ നോക്കി. എന്റെ വടയെങ്കിലും എനിക്ക് വിട്ടു തന്നൂടായിരുന്നോടി ഈ വടയക്ഷി. ആർച്ച അവനെ പുച്ഛിച്ച് കാണിച്ചു. നിനക്ക് തോന്നും വിവി, തുറന്നു പറഞ്ഞില്ലേലും നിനക്ക് അവളോട് ഇഷ്ടമുണ്ടായിരുന്നു. സൗഹൃദത്തിന് മുകളിൽ അതിന്റെ ബാക്കി ഇപ്പോഴും നിന്റെ ഉള്ളിലുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ അവൾ വിഷമിച്ച് കാണാൻ നീ ഇഷ്ടപ്പെടില്ല, ഞാനും. പക്ഷെ അവളോട് ക്ഷമിക്കാൻ എനിക്ക് സാധിക്കില്ല വിവി. എനിക്കേറ്റവും മുറിവ് അത് അത്രയും ആഴത്തിലുള്ളതാ. അവളോട് എനിക്കുണ്ടായിരുന്ന സ്നേഹത്തോളം ആഴം. അത് നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീ എൻ്റെ സ്ഥാനത്ത് വന്ന് നിൽക്കണം. ആർച്ചയുടെ കണ്ണുകൾ നിറഞ്ഞു. കൂടുതലൊന്നും പറയാതെ ആർച്ച എഴുന്നേറ്റ് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അതുവരെ ചിരിച്ചു കളിച്ചിരുന്ന എല്ലാവരും അതോടെ നിശബ്ദരായി. എതിർവശത്ത് നിന്ന് നടന്നു വരുന്ന കോളേജ് ചെയർമാൻ അഭിഷേക് അവളിൽ നിന്ന് സൂക്ഷിച്ച് നോക്കി. പുരികമുയർത്തി എന്താണെന്ന് ചോദിച്ചു. അത്യാവശ്യം എഴുത്തും മറ്റുള്ളത് കൊണ്ടും കോളേജ് മാഗസിനുമായി ബന്ധപ്പെട്ടും അഭിഷേകിനോടും ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ഇഷയോടുമൊക്കെ അത്യാവശ്യം കൂട്ടാണ് ആർച്ച. ബസ് സ്റ്റോപ്പിൽ കീർത്തിയെ കണ്ടെങ്കിലും അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്നുള്ള ഭാവം പോലും ആർച്ച കാണിച്ചില്ല. എങ്കിലും ഇടയ്ക്കിടെ കീർത്തിയിലേക്ക് പാളി വീഴുന്ന കണ്ണുകളെ 4 തെറി വിളിച്ചുകൊണ്ട് അവൾ ചുറ്റുമൊന്ന് നോക്കി. പിന്നെ അടുത്തിരുന്ന ഏതോ ഒരു ചേച്ചിയോട് റോഡിലെ ഗട്ടറിൽ തുടങ്ങി ഇന്ത്യയുടെ ഹിസ്റ്ററി വരെ സംസാരിച്ച് 2ാം ലോക മഹായുദ്ധത്തിലെത്തി. അപ്പോഴാണ് അറിഞ്ഞ് ചേച്ചി ഹിസ്റ്ററി ടീച്ചർ ആണെന്ന്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഹിസ്റ്ററി കേട്ട് ഇനി ഒരു 5 മിനിറ്റ് നേരം കൂടുതൽ ഇരുന്നാൽ ആർച്ച അവിടെ തന്നെ കിടന്നുറങ്ങുന്ന അവസ്ഥ വരെയായി. സ്കൂളിൽ പരീക്ഷയ്ക്ക് 1ാം ലോക മഹായുദ്ധം നടന്ന വർഷം ഓർമ്മ വരാത്തതുകൊണ്ട് സ്വന്തമായിട്ടൊരു വർഷം ഉണ്ടാക്കി യുദ്ധം എഴുതി വെച്ച ആളാണ് ആർച്ച. പരീക്ഷയ്ക്ക് എഴുതി വെച്ച ഉപ്പ് സത്യാഗ്രഹമൊക്കെ വായിച്ച ഗാന്ധിജി പോലും പുള്ളിക്കാരോട് ക്വിറ്റ് ഇന്ത്യ എന്ന് പറയും. പഠിക്കാൻ എളുപ്പമാണല്ലോ എന്ന് കരുതി ചെന്ന് ഡിഗ്രിക്ക് മലയാളം എടുത്ത ആർച്ച ഇപ്പൊ പഠിക്കാനുള്ളത് കണ്ടിട്ട് ബോധം കെടുന്ന അവസ്ഥയാണ്. ആ ആർച്ചയോടാണ് ടീച്ചർ ചരിത്രം പറയുന്നത്. ആർച്ചയുടെ ഭാഗ്യത്തിന് അപ്പോഴേക്കും ബസ് വന്നു. യാത്ര പോലും പറയാതെ അവൾ ശരം വിട്ടതുപോലെ ഒരു ഓട്ടമായിരുന്നു. ഇറങ്ങാനുള്ളവർ ഇറങ്ങാൻ പോലും സമ്മതിക്കാതെ ചാടിക്കയറി മുകളിലെ കമ്പിൽ തൂങ്ങി ശ്വാസം ആഞ്ഞു വലിച്ചു. ഒന്നിത്തള്ളി സുഖമായിട്ട് നിൽക്കാനുള്ള സ്ഥലമുണ്ടാക്കി നിൽക്കുമ്പോഴാണ് റോഡിന് മറുവശം നിന്നുന്ന ഒരു കാറിനടുത്തേക്ക് കീർത്തി ചെല്ലുന്നതും അല്പം കുനിഞ്ഞ് അതിലുള്ള ആൾക്കാരോട് സംസാരിക്കുന്നതും ആർച്ച ശ്രദ്ധിച്ച്. ആകാംക്ഷയുടെ അസുഖം കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് അവൾ ചാഞ്ഞും ചെരിഞ്ഞും നിവർന്നും നീണ്ടുമൊക്കെ നോക്കി. നന്നായി കാണാനുള്ള സൗകര്യം നോക്കി തള്ളിയോടൊരു ഡ്രൈവർ ചേട്ടന്റെ അടുത്ത് വരെ എത്തി. തന്റെ സീറ്റിന് പുറകിൽ കൂടി പുറത്തേക്ക് വലിഞ്ഞു നോക്കുന്ന ആർച്ച അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഞാൻ എഴുന്നേറ്റ് തന്നെ മോളെ, എവിടെ ഇരുന്ന് നോക്കോ? അയാൾ ആക്കി ചോദിച്ചു. ഓ വേണ്ട ഏട്ടാ, അതൊക്കെ ചേട്ടന് ബുദ്ധിമുട്ടല്ലേ? ഒന്ന് ചമ്മിയെങ്കിലും ആർച്ച അതേ ടോണിൽ തിരിച്ചടിച്ചു. അല്ല, ഇങ്ങനെയൊക്കെ നോക്കണമെങ്കിൽ ബോയ് ഫ്രണ്ട് ആണോ മോളെ? അവൾ ഡ്രൈവറുടെ അടുത്തേക്ക് ഇത്തിരി നീങ്ങി നിന്നു. ചേട്ടൻ കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട, അടിച്ചാലേ കഴിഞ്ഞ 5-6 മാസമായിട്ട് കഷ്ടപ്പെട്ട് നോക്കി ഒരു വഴിക്ക് എത്തിച്ചു വെച്ചിരിക്കുന്ന അപ്പുറത്തുനിന്ന് ഏന്തി വലിഞ്ഞു നോക്കുന്ന ആ സുന്ദരി ഇന്നത്തോടെ ബ്രേക്കപ്പ് ആവും. അറിയാതെ ഡ്രൈവറുടെ കാലുകൾ ബ്രേക്കിൽ അമർന്നു. ചതിക്കരുത്. ഡ്രൈവർ അവളെ കണ്ണും തള്ളി നോക്കി. ആർച്ച ആൾക്ക് പിറകിലുള്ള സീറ്റിലേക്ക് കയറിയിരുന്നു. ബസ്സല്ലേ ചേട്ടാ, നോക്കുമ്പോ ഇത്തിരി മയത്തിലൊക്കെ നോക്കണ്ടേ? ചേട്ടന് ഇത്തിരി ഗ്ലാമർ കൂടിപ്പോയി എന്നുള്ള ഒരൊറ്റ കാരണത്തിൽ ഈ ബസ്സിൽ വരുന്ന പകുതി പിള്ളേരുടെയും ഒരു കണ്ണ് ചേട്ടന്റെ മുകളിലാ. ചേട്ടൻ ആരെങ്കിലും തിരിച്ചു നോക്കുന്ന ഫ്രണ്ടിന്റെ അടുത്ത് ചുമ്മാ ഒരു ബെറ്റ് വെച്ച് കാരണം ചേട്ടൻ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നിരീക്ഷണ വലയത്തിലായിരുന്നു. അതിനിടയിൽ കണ്ടുപിടിച്ചതാ ഈ കണ്ണും കണ്ടും തമ്മിലുള്ള കള്ളക്കളി. അയാൾ കേൾക്കാൻ മാത്രം ശബ്ദത്തിൽ അവൾ പറഞ്ഞു. കിളി പോയി നിൽക്കുന്ന ഡ്രൈവറോട് ബസ്സിലെ കിളി പറഞ്ഞു. കിളിയുടെ അലർച്ച കേട്ടതും കിളി പോയ ഡ്രൈവർ ബസ് മുന്നോട്ടെടുത്തു. അടുത്ത സ്റ്റോപ്പിൽ ബസ് നിർത്തിയതും അയാൾ തല അല്പം ചെരിച്ച് ആർച്ചയെ നോക്കി. അതെ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, മോളൊന്നും കേട്ടിട്ടില്ല. അവൾ തലയാട്ടി. ഡ്രൈവറുടെ എതിർവശത്തേക്കൊന്ന് പാളി നോക്കി. ഇപ്പൊ പൊട്ടുന്ന വിധത്തിൽ വീർപ്പിച്ചു വെച്ചൊരു മുഖം കണ്ടതും അവൾ ചിരിയടക്കാൻ പാടുവിട്ട് അയാളെ നോക്കി. ഇനിയിപ്പോ ഒന്നും കാണേണ്ടിയും കേൾക്കേണ്ടിയും വരില്ല, ചേട്ടനൊന്ന് തിരിഞ്ഞു നോക്ക്. തിരിഞ്ഞു നോക്കി തലയിൽ കൈവച്ചിരിക്കുന്ന ഡ്രൈവറെ കണ്ടതും ആർച്ച പൊട്ടിച്ചിരിച്ചു. ഇറങ്ങുമ്പോൾ ഒരു ആവശ്യമില്ലാതെ അയാൾക്ക് ബൈ ബൈ കൂടെ പറഞ്ഞാണ് അവൾ ഇറങ്ങി വന്ന്. അല്ലെങ്കിൽ ഈ തേപ്പിട്ടി പണ്ടാരടങ്ങിയിരിക്കുന്നവന് പ്രണയിക്കുന്നവരെ കാണുമ്പോൾ തോന്നുന്ന കുശുമ്പ് എല്ലാവർക്കും ഉള്ളതായിരിക്കില്ലേ? അതുമോത്തി ചിരിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് റോഡരികിൽ കെട്ടിക്കിടന്ന വെള്ളം ചീറ്റിത്തെറിച്ച് ഒരു കാറ് കടന്നുപോയത്. എതിർവശത്ത് നിന്ന് അപ്പോഴേക്ക് ആർത്തലച്ചിരിക്കുന്ന ശബ്ദം കേട്ട് ആർച്ച മുഖം തുടച്ച് തലപൊക്കി നോക്കി. കൂട്ടുകാരുടെ കൂടെ നിന്ന് തന്നെ കളിയാക്കിച്ചിരിക്കുന്ന കിച്ചുവിനെ കണ്ടതും അവൾ നിലത്തുനിന്ന് അമർത്തി ചവിട്ടി വേഗത്തിൽ നടന്നു നീങ്ങി. നനഞ്ഞ കോഴിയെ പോലെ വരുന്ന ആർച്ചയെ കണ്ടതും ചെടി നനച്ചുകൊണ്ടുന്ന പത്മക്ക് ചിരി വന്നുപോയി. ആർച്ച മുഖം വീർപ്പിച്ച് അവരെ നോക്കി. ഇതെങ്ങനെയാ നനഞ്ഞത്?
പത്മ ഗേറ്റിനടുത്തേക്ക് വന്നു. അവളെ മുഴുവനും നോക്കി. മുഖത്തും തലയിലും ചളി തെറിച്ചിട്ടുണ്ട്. വെള്ളം കൊണ്ട് നനഞ്ഞതിൻ്റെയും ചെളി തെറിച്ചതിൻ്റെയും പാടുകൾ ഡ്രസ്സിലുമുണ്ട്. നീ എന്താ സർഫ് എക്സലിന്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയോ? വാ, കഴുകിയിട്ട് പോവാം. പത്മ ഒരു കൈ കൊണ്ട് ഗേറ്റ് തുറന്ന് അവളെ വിളിച്ചു. ആർച്ച ഉള്ളിലേക്ക് കയറി. ഓ വേണ്ട ആൻറ്റി, ജസ്റ്റ് ഒന്ന് മോൻ കഴിക്കാൻ മതി. ഇനിയിപ്പോൾ വീട്ടിലേക്കല്ലേ, ഇത് കുഴപ്പമില്ല. ഏതോ ഒരു മഹാൻ വായു ഗുളിക വാങ്ങിക്കാൻ പോയതാ. റോഡിൽ കിടന്ന വെള്ളം എൻ്റെ ദേഹത്തും. പത്മ ഹോസിൽ നിന്ന് എൻ്റെ വെള്ളം അവിടെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തു. കുട്ടിയുടെ തല പൊട്ടിയോ? ചെളിയൊക്കെ പുറത്തെടുക്കുന്നു. ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന ശരത്ത് അവളെ കളിയാക്കി. ആർച്ച ബാഗിൽ നിന്ന് കർച്ചീഫ് എടുത്ത് മുഖം തുടച്ച് ശരത്തിനെ നോക്കി. അവൻ അടുത്തേക്ക് ചെന്നു. വസ്ത്രത്തിൽ പറ്റിയിരിക്കുന്ന ചെളി അല്പം തുടച്ചെടുത്ത് അവന്റെ തലയിലും മുഖത്തും തേച്ചു കൊടുത്തു. മാറിന്ന് അവനെ നോക്കി തലയാട്ടി. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ ഓക്കെ ആയി. മുടിയിലും 2 കവിളിലും ചളിയുമായി നിൽക്കുന്ന ശരത്തിനെ നോക്കി അവൾ പുച്ഛിച്ചു. ശരത്ത് ഞെട്ടലോടെ തല ഉയർത്തി അവളെ നോക്കി. പിന്നെ പത്മയെയും. അപ്പോഴാണ് പത്മ അവിടെയുള്ള കാര്യം ആർച്ച ഓർത്തത്. സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്നുവെങ്കിലും ഇപ്പോൾ ചെയ്ത ഇത്തിരി കൂടുതലല്ലെന്ന് അവൾക്ക് തോന്നി. ഉള്ളിൽ ചെറിയൊരു പരിഭ്രമ രൂപം കൊണ്ടു. ഒരാവേശത്തിന് കയറി ചെയ്താണ്. അന്യരാണെന്ന് അറിഞ്ഞില്ല, അന്യരാണെന്ന് ഓർത്തില്ല. ആർച്ചയുടെ മുഖം മങ്ങുന്ന കണ്ട് പത്മ പൊട്ടിച്ചിരിച്ചു. ശരത്തിനെ നോക്കി അവർ മൂക്കിൽ വിരൽ വെച്ചു. ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്. കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചെന്നൊരു ക്യാപ്ഷൻ ഇടടാ മോനെ. പത്മ കളിയാക്കി. യു ടു അമ്മ. രണ്ടുപേരെയും കണ്ണുരുട്ടി നോക്കി ചളി കഴിക്കളാൻ ശരത്ത് ഉള്ളിലേക്ക് നടന്നു. അവൻ പോയ വഴിയെ നോക്കിയിരുന്ന ആർച്ചയുടെ കണ്ണുകൾ പെട്ടെന്നാണ് പോർച്ചിൽ ഒതുക്കിയിട്ടിരിക്കുന്ന കാറിൽ പതിഞ്ഞത്. ഇതാരുടെ കാർ ആന്റി? കാത്തിരുന്ന ശത്രുവിനെ കയ്യിൽ കിട്ടിയ ഉത്സാഹത്തോടെ ആർച്ച ചോദിച്ചു. അവളുടെ നോട്ടവും ചോദ്യം പത്മക്കാകെ പന്തികേട് തോന്നി. എന്താ മോളെ, ഇതാണ് ചളി തെറിപ്പിച്ചേ? ആർച്ച തലയാട്ടി. പത്മ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ആളെ കണ്ട് ആർച്ച കണ്ണു മിഴിച്ചു. ഉള്ളിന്റെ ഉള്ളിൽ വെള്ളം കൊണ്ട് നനഞ്ഞു കിടന്ന കോഴിക്കുഞ്ഞുങ്ങൾ തൂവലൊക്കെ കുടഞ്ഞ് വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി. ആന്റി എന്തേലും കാണുന്നുണ്ടോ? പത്മയുടെ അടുത്തേക്ക് അല്പം നീങ്ങിന്ന് ആർച്ച പതിയെ ചെവിയിൽ മന്ത്രിച്ചു. എന്ത്? പത്മ അതേ രീതിയിൽ തിരിച്ചു ചോദിച്ചു. കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി നടന്ന് കൊക്കോ കൊക്കോ എന്ന് വിളിച്ച് പോകുന്നത്. ആർച്ച വീണ്ടും മന്ത്രിച്ചു. അവനാണ് നേരത്തെ വായു ഗുളിക വാങ്ങിക്കാൻ വേണ്ടി പോയത്. പത്മ തിരികെ മന്ത്രിച്ച് ആർച്ച ഷോക്ക് അടിച്ച പോലെ തലയിരിച്ച്. ആണോ എന്ന ഭാഗത്തിൽ പത്മയെ നോക്കി. പത്മ ആണ് എന്ന ഭാഗത്തിൽ തലയാട്ടി. ഇറങ്ങിപ്പോയ മുഴുവൻ കോഴിക്കുഞ്ഞുങ്ങളെയും വലിച്ചെടുത്ത് കൂട്ടിലിട്ട് പത്മയുടെ കയ്യിൽ നിന്ന് ഹോസ് റാഞ്ചിയെടുത്ത് ആർച്ച അയാൾക്ക് നേരെ നീട്ടി അങ്ങ് പിടിച്ചു. കൃത്യം മുഖത്ത് വെള്ളം പതിച്ചു. പത്മ രണ്ടുപേരെയും മാറി മാറി നോക്കി പൊട്ടിച്ചിരിച്ചു. എടി, നീ എന്താടി കാണിച്ചത്? മുഖം തുടച്ച് അവൻ അലറി. എന്താടാ? കയ്യിൽ നിന്ന് ഹോസ് താഴിട്ട് ആർച്ച തിരികെ അലറി. ചോദിക്കാൻ വന്ന് മറന്നുപോയതുപോലെ അവനൊരു നിമിഷം നിന്നു. തല ഒന്ന് കുടഞ്ഞ് വീണ്ടും അവളെ നോക്കി. നീ എന്തിനാ എൻ്റെ ദേഹത്തേക്ക് വെള്ളമൊഴിച്ച്? മുന്നിൽ നിന്ന് ചീർന്നവരെ നോക്കി ആർച്ച പുച്ഛിച്ചു. ഒരു കാറ് കയ്യിലുണ്ടെന്ന് വെച്ച് സാറിന് റോഡിലൂടെ പോകുന്ന ആരുടെയും ദേഹത്ത് വെള്ളം തെറിപ്പിച്ച് പോവാല്ലേ? വെള്ളത്തിൽ നനഞ്ഞാൻ ആ റോഡ് സൈഡിൽ നിന്ന് അത്രയൊന്നുമില്ലല്ലോ, സഹിച്ചോ? ഒട്ടും വിട്ടുതരാതെ ചീർന്ന ആർച്ചയെ മിഴിച്ചു നോക്കി അവൻ. ഇവനേതാ ആന്റി? ആർച്ച പത്മയെ നോക്കി. മോളെ, എൻ്റെ 2ാമത്തെ മോൻ ഭരത്. പത്മയോട് ആരാണെന്ന് ചോദിക്കാനുണ്ടായിരുന്ന വീര്യം ഉത്തരം കേട്ട ഉടനെ വെള്ളം പോലെ ഒലിച്ചു പോയി. ഒരൊറ്റ നിമിഷം കൊണ്ട് ആർച്ച നനഞ്ഞ പടക്കം പോലെയായി. ദയനീയമായി പത്മയെ നോക്കി. പത്മ ഒന്നുമില്ലെന്ന് കണ്ണു ചിമ്മി കാണിച്ചു. ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന ശരത്തിലേക്കും അവന്റെ പുറകെ ഇറങ്ങി വന്ന അടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയിലേക്കും ആർച്ചയുടെ കണ്ണുകൾ പാറി വീണു. അതിനു പിറകെ രാമചന്ദ്രനും വന്ന് നിന്നു. കയ്യിലിരുന്ന പത്രം രാമചന്ദ്രൻ മടക്കി പിടിച്ച് എന്താ സംബന്ധം എന്ന് വീക്ഷിച്ചു. ഒരു പത്രം കിട്ടിയാൽ പിന്നെ സാറേ പുള്ളി ചുറ്റുള്ളൊന്നും കാണാറില്ല. അതുകൊണ്ട് തന്നെ പുറത്തെ ബഹളമൊക്കെ പുള്ളിയുടെ തലയിലെത്താൻ ഇത്തിരി സമയമെടുത്തു. നീ എന്തിനാണ് മോളുടെ ദേഹത്ത് വെള്ളം തെറിപ്പിച്ച്? പത്മാവനെ നോക്കി കണ്ണുരുട്ടി. ഞാനല്ല, ഏടത്തിയാ. ഭരത് കൗരവത്തിൽ പറഞ്ഞു. ഏടത്തി? ആർച്ച അവരെ മാറി മാറി നോക്കി. ഒരു ദിവസം ഒരു മനുഷ്യനെ എത്ര തവണ ഞെട്ടണ എൻ്റെ ദേവി. വേണ്ട, ദേവിയെന്ന് വിളിച്ചാൽ ചിലപ്പോൾ ദേവിയമ്മ വരും. ഗ്രീഷ്മ, ശരത്തിന്റെ ഭാര്യ. പത്മവളെ പരിചയപ്പെടുത്തി. ആർച്ച വേണോ വേണ്ടയോ എന്ന പോലെ പുഞ്ചിരിച്ചു. തൻ്റെ ദേഹത്ത് ചളി തെറിപ്പിച്ച ആളാണ്. അത്ര തെളിഞ്ഞങ്ങ് പുഞ്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാണോ മനുഷ്യ സർപ്രൈസ് എന്ന മട്ടിൽ ആർച്ച ശരത്തിനെ നോക്കി. ശരത്തൊരു കുസൃതി ചിരിയോടെ തിരികെയും. വെള്ളത്തിൽ നനഞ്ഞ കോഴിയെപ്പോലെ നിൽക്കുന്ന പരത്തിനെയും എല്ലാം കണ്ട് പകച്ചു നിൽക്കുന്ന ഗ്രീഷ്മയും അവൾ മാറി മാറി നോക്കി. ശരത്തെ, മോളിന്ന് വീട്ടിലേക്ക് വിട്ടേക്ക്. പത്മ ശരത്തിനെ വിളിച്ചു. വേണ്ട ആന്റി, ഇത് സാരമില്ല, നാളെ കാണാം. ആർച്ച അവരെ സമാധാനിപ്പിച്ചു. നിൽക്ക്, അങ്ങനെ അങ്ങ് പോയാലോ? എന്റെ ദേഹത്ത് വെള്ളം തെറിപ്പിച്ചതിന് സമാധാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ ആർച്ചയെ തടഞ്ഞുകൊണ്ട് ഭരത് പറഞ്ഞു. അവൾ പത്മയെ തലചരിച്ച് നോക്കി. നീയായി നിന്റെ പാടായി. ഞാൻ ഈ പഞ്ചായത്തിലേ ഇല്ല എന്നുള്ള ഭാഗത്തിൽ മുകളിൽ കൂടി പോകുന്ന പക്ഷികളുടെ എണ്ണ എടുക്കാൻ തുടങ്ങി. ഹായ് തത്ത, കിളി, മൈന, ഇന്ന് കൊറ്റിയില്ലല്ലോ.
ഓ ഞാൻ സാറിന്റെ ഷർട്ട് ഉണക്കി ഇസ്തിരിയിട്ട് തരണമായിരിക്കും. ആർച്ച നന്നായിട്ടൊന്ന് പൂച്ചിച്ചു. അതെ, എന്തേ മാഡത്തിന് ബോധിച്ചില്ലേ? ഭരത്തും അതേ രീതിയിൽ പൂച്ചിച്ചു. ബോധിച്ചു, നന്നായിട്ട് ബോധിച്ചു. ഷർട്ടിങ് തന്നേക്ക്. ഈ ചുരിദാർ ഞാൻ തരാം. ഏഴത്തെ കൊണ്ട് കഴുകി കുളിപ്പിച്ച് ഉണക്കി അയൺ ചെയ്ത് വീട്ടിലേക്ക് എത്തിച്ചേക്ക്. പ്ലിങ്. ഭരത് പ്ലിങ്ങുന്നതിന് ഇത്രയും ശബ്ദമായെന്ന് പത്മ ചിന്തിച്ചു പോയി. അല്ല, ഇതൊക്കെ കേട്ട ക്ഷീണത്തിൽ ഗ്രീഷ്മയുടെ കയ്യിൽ സ്പൂണ് താഴേക്ക് വീണതാണ്. ആർച്ച ഭരത്തിനെ നോക്കി വൃത്തിയായി ചിരിച്ചു കാണിച്ചു. പോട്ടെ ഏട്ടാ, ഞാനും പോട്ടെ, ബൈ.